നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. 2 ദിവസങ്ങളിലായി പുന്നപ്രയിൽ നടന്നുവരുന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും MLA നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മനാഫ് S. കുബാബ സമ്മേളനത്തിൽ അധ്യക്ഷനായി. മദ്യാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. ജില്ലാതല അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് മണ്ഡല മഹോത്സവത്തിന് ഈ മാസം 19-ന് കൊടിയേറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. 2 ദിവസങ്ങളിലായി പുന്നപ്രയിൽ നടന്നുവരുന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും MLA നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്നുവരുന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. തത്സമയ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം, ക്ഷീരവികസന സെമിനാർ, വിവിധ ധനസഹായ വിതരണം, കലാസദ്യ, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല എന്നിവയോടെയാണ് സംഗമം നടന്നത്. സമാപന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അത് ഉത്പാദനത്തിന്റെ ഒരു കണക്കും അതിന്റെ വസ്തു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കണക്കാണ്, ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അളവിലെത്തിയത് മാത്രമല്ല, ഗുണനിലവാരത്തിൽ കൂടി എത്തുകയാണ്. സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പാൽ മായം ചേരാത്ത പാലാണ്. സൊസൈറ്റിയുടെ മിൽമയിലേക്ക് എത്തിക്കുന്ന പാൽ മായം ചേരാത്ത പാലാണ്. അത് വ്യവസായത്തിന്റെ ഭാഗമായി അത് മിൽമ പാക്കറ്റിലാക്കി എത്തിക്കുന്ന പാൽ മായം ചേരാത്ത പാലാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് മായം ചേരാത്ത അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ എന്തെങ്കിലും ചേർന്നിട്ടില്ലാത്ത ശുദ്ധമായ പാൽ എത്തുന്നു എന്നത് കൂടി. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും H. സലാം വിതരണം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. G. സൈറസ് സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V. ഷരീഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ P. V. ലതീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. ഷീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ N. K. ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, ജനറൽ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ V. ധ്യാനസുധൻ, G. സുധീഷ് ബാബു, B. ആശ, P. സുനിമോൾ, രശ്മി മാനുവൽ, SS. ശിവപ്രസാദ്, S. അഖിൽ പ്രസാദ്, K. ഇന്ദിര, P. സുനിത എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ P. രമ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മനാഫ് S. കുബാബ സമ്മേളനത്തിൽ അധ്യക്ഷനായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. അത് വിശദമായിട്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് എന്നിട്ട് 1 വർഷം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഏതൊരു അംഗം മരണപ്പെടുമ്പോഴും 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ അവിടെ കുറച്ചുകൂടി വിശാലമായിട്ട് കണ്ടു. മറ്റുള്ള പല വ്യാപാര സംഘടനകളും അത് നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെയും കൂടി അതിൽ പങ്കാളിയാക്കിക്കൊണ്ട് അതിന് വിശാലമായിട്ടുള്ള ഒരു മാനം കൊടുക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തില് നമ്മുടെ അംഗങ്ങൾ ഏറ്റെടുത്തു എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ആലപ്പുഴയിലും കോട്ടയത്തുമെല്ലാം ഒരു പരിധി വരെ അത് വിജയിച്ചെങ്കിൽ പോലും സംസ്ഥാനത്തുടനീളം നമ്മുടെ പല അംഗങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ മരിക്കില്ല എന്നൊരു തോന്നലാണ് പലർക്കും.
ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബ സമ്മേളനത്തിൽ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സമ്മദ്, സംസ്ഥാന ചെയർമാൻ ഹരിഹരൻ, പ്രജീഷ് ജെ റോയി, സുഗുണൻ, മുഹമ്മദ് ഷെരീഫ്, ലക്ഷ്മി നാരായണൻ, എ കരീം, നാസർ ബി രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നടത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദ ഭവൻ നിർവഹിച്ചു. മദ്യാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ജില്ലാതല അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മദ്യപാനാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷൻ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ. മദ്യപാന ആസക്തിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗാർഹിക ചുറ്റുപാടുകളെ വലിയ വിധത്തിൽ സങ്കീർണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷത്തിൽ അത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ, കുട്ടികളുടെ പഠനത്തെ തന്നെ വളരെ ദോഷകരമായിട്ടുള്ള രൂപത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുള്ള കേസുകളിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളും വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അയൽവാസികൾ തമ്മിൽ കലഹം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അതിർത്തി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മദ്യപിച്ചു വന്ന് അയൽവാസികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. പല കേസുകളിൽ ജില്ലയിലെ അദാലത്തിൽ ലഭിച്ച പരാതികളിൽ നല്ലൊരു ശതമാനവും ഗാർഹിക ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളായിരുന്നു. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുട്ടികളുടെ മാനസിക നിലയെയും പഠനത്തെയും ദോഷകരമായി ബാധിക്കുന്നതായും അയൽപക്ക അതിർത്തി തർക്കങ്ങളും മദ്യപാനത്തെ തുടർന്നുള്ള അയൽപക്ക കലഹങ്ങളും കമ്മീഷന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. പല കേസുകളിലും പരാതി കൊടുത്താലും പോലീസ് സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. സ്ത്രീകളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. പരാതികൾ ലഭിക്കുമ്പോൾ അന്വേഷിച്ച് ആവശ്യമായ തുടർ നടപടികൾ എടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടവയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണമെന്നും അധ്യക്ഷ പറഞ്ഞു. കമ്മീഷന് മുമ്പാകെ എത്തുന്ന പരാതികളിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിനോട് റിപ്പോർട്ട് തേടുകയാണ് കമ്മീഷൻ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് സമയബന്ധിതമായി റിപ്പോർട്ട് ലഭിക്കാത്ത സ്ഥിതിയുണ്ടെന്നും അധ്യക്ഷ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ 62 പരാതികളാണ് പരിഗണിച്ചത്. 15 കേസുകൾ തീർപ്പാക്കി. 10 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് 3 കേസുകളും ജാഗ്രതാ സമിതിക്ക് 2 കേസുകളും കൈമാറി. 32 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. അദാലത്തിൽ പുതുതായി 4 പരാതികളും ലഭിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അദാലത്തിൽ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിക്കൊപ്പം കമ്മീഷൻ അംഗമായ VR മഹിളാമണിയും പങ്കെടുത്തു. പാനൽ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ജീനു എബ്രഹാം, അഡ്വക്കേറ്റ് രേഷ്മ ദിലീപ്, വനിതാ സെൽ SI എന്നിവരും കമ്മീഷനെ സഹായിക്കാനുണ്ടായിരുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ സർവീസും സമകാലീന വിഷയങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ ക്ലാസ് എടുത്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് AT മുജീസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. PS സന്തോഷ് കുമാർ, V മോഹൻദാസ്, PA രാജീവ്, C സുരേഷ്, VS സൂരജ്, M അനിൽകുമാർ, TS പ്രദീപ്, AA സുരേഷ്, CK ബൈജു എന്നിവർ സംസാരിച്ചു. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സൂചനാ സമരം നടത്തി. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ മുന്നിൽ നടത്തിയ സമരം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി.
ശമ്പള പരിഷ്കരണത്തിന്റെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, PF ആനുകൂല്യം മുഴുവൻ ജീവനക്കാർക്കും ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, സമഗ്രമായ HR നയം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം നടപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ളത് സ്റ്റേറ്റ് മിഷനാണ്. ഇവിടെ നിങ്ങൾ ഡിമാൻഡ് ഓരോ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ചർച്ച ചെയ്ത് നിശ്ചയിച്ച കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ മന്ത്രിതല ചർച്ചയുടെ ഭാഗമായി നിശ്ചയിച്ച കാര്യങ്ങൾ, തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അത് വേണ്ടത്ര ഭംഗിയായി ഒരു സർക്കാരിന്റെ കൂടി താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതാണ് ഈ സമരത്തിന്റെ ആധാരം. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു സൂചന പണിമുടക്ക് സമരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി ഫെഡറേഷൻ ഈ തരത്തിലേക്ക് ഇന്ന് നിശ്ചയമായിട്ടും വന്നിട്ടുള്ളത്. NHM എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വീണ വർഗീസ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. KGOA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സിലീഷ്, പ്രസിഡന്റ് L. മായ, CITU ആലപ്പുഴ നോർത്ത് ഏരിയ സെക്രട്ടറി KJ പ്രവീൺ, 108 ആംബുലൻസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജീസ്, NHM എംപ്ലോയീസ് യൂണിയൻ ട്രഷറർ S. അനൂപ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി PR സന്തോഷ് സമരത്തിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് മണ്ഡല മഹോത്സവത്തിന് ഈ മാസം 19-ന് കൊടിയേറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ഡിസംബർ 19-ന് കൊടിയേറും. വൈകിട്ട് 7-നും 7:30-നും മധ്യേ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുമന ഇല്ലത്തെ S. ദാമോദരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് കൊടിയേറ്റ് സദ്യയും നടക്കും. തുടർന്ന് വൈകിട്ട് 7:30-ന് സംഗീത സംഗമം, 9-ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. ഡിസംബർ 26-ന് ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ഡിസംബർ 20-ന് രാവിലെ 9-ന് ദേവി മഹാത്മ്യ സ്തുതിഗീതങ്ങൾ, 10-ന് ആര്യാട് S. വല്ലവദാസ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, വൈകിട്ട് 5-ന് തിരുവാതിര കൈകൊട്ടിക്കളി, 6:30-ന് കിഴക്കേനട താലപ്പൊലി, ചേർത്തല രാഗസുധ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള, 8 മണി മുതൽ നാട്യക്ഷേത്ര ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന നൃത്തവസന്തം എന്നിവ നടക്കും. ഡിസംബർ 21-ന് വൈകിട്ട് 7:30-ന് കൊല്ലം ആവിഷ്കാരയുടെ നാടകം സൈക്കിൾ അരങ്ങേറും. ക്ഷേത്ര പ്രസിഡന്റ് KS ഷാജി കളരിക്കൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ R. അനിൽകുമാർ, ജനറൽ കൺവീനർ വിനോദ്, വൈസ് പ്രസിഡന്റ് G. മോഹനദാസ്, C. രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 2024 മണ്ഡല മഹോത്സവം കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 19-ാം തീയതി കൊടിയേറി 26-ാം തീയതി ആറാട്ടോട് സമാപിക്കും. ഈ പരിപാടിയിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 19-ാം തീയതി വൈകുന്നേരം 7:30-നുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി മുഖ്യൻ പുതുമനയില്ലത്തെ S. ദാമോദരൻ നമ്പിയുടെ മുഖ്യകാർത്തുത്വത്തിൽ നടത്തപ്പെടുന്നു. തുടർന്നുള്ള 8 ദിവസത്തിലെ കലാപരിപാടികൾ, വൻപിച്ച കലാപരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. 2 ദിവസങ്ങളിലായി പുന്നപ്രയിൽ നടന്നുവരുന്ന ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. അമ്പലപ്പുഴ MLA H. സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരവും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും MLA നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മനാഫ് S. കുബാബ സമ്മേളനത്തിൽ അധ്യക്ഷനായി. മദ്യാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. ജില്ലാതല അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്.
ആലപ്പുഴ കിടങ്ങാപ്പറമ്പ് മണ്ഡല മഹോത്സവത്തിന് ഈ മാസം 19-ന് കൊടിയേറുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.